ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും സംഭവിച്ച ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പം ഞാൻ എണീറ്റപ്പോൾ രണ്ടാളും നല്ല ഉറക്കമാണ്, ഡാഡു മിക്കിയും. അപ്പം മിക്കി മോള് രാത്രിയിൽ അവൻ്റെ കട്ടിലെ കയറി കളിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. കളിച്ചിട്ട് ബെഡ്ഷീറ്റ് മുഴുവൻ മാറ്റിയിടുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പം രാവിലെ പോയി കേട്ടോ, നേരത്തെ എണീറ്റ് പോയി. കാരണം ഉച്ചയ്ക്ക് വരേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നേരത്തെ പോയി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ പല്ല് തേക്കാൻ വേണ്ടി വന്നേക്കുകയാണ്. പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ടാണ്. കുറച്ച് പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഇതൊക്കെ ചെയ്തു. പിന്നെ പല്ലൊക്കെ തേക്കണം. അവളെ ഒന്ന് TV വെച്ച് കൊടുത്ത് സെറ്റാക്കിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ അവളെന്താണേലും സമ്മതിക്കത്തില്ല, നല്ല വഴക്കാണിപ്പം. അങ്ങനെ ഞാൻ ആസ്വദിച്ച് പല്ലൊക്കെ തേക്കുകയാണ്. വലിയ ആസ്വാദനമൊന്നുമില്ല, അവിടുന്ന് വിളി വരുന്നുണ്ട് റൂമിൽ നിന്ന്. ഞാൻ മാമാർത്തിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, മുൾട്ടാണി മിട്ടി ഉള്ളത്. പക്ഷേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എലമെൻസിൻ്റെ ഒരു ഇതായിരുന്നു, നല്ല ഒരു കേട്ടോ ഫേസ് വാഷ് ആയിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് മുഖത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പപ്പയാണ് അത് തന്നത്. അപ്പം ഇനിയിപ്പോൾ പപ്പേനോട് പറയണമായിട്ടാൽ കൊണ്ടുതരാൻ. അപ്പം ഇത് എന്താണെങ്കിലും എനിക്ക് അത്ര അങ്ങോട്ട് റെഡി ആവുന്നില്ല കേട്ടോ മാമാർത്തിൻ്റെ. ഇത് ഞാൻ സ്മിറ്റണിന്ന് ട്രയൽ പ്രൊഡക്ട്സ് വാങ്ങിയപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ഫ്രീ ആയിട്ടല്ല, ഞാൻ ആഡ് ചെയ്തതാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ. അപ്പം വലിയ പൈസയൊന്നും നഷ്ടമായെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ മുഖമൊക്കെ കഴുകി. ഏതായാലും അത് തീരുന്നിടം വരെ വേറെ ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. നമ്മൾ അങ്ങനെ വേറെ മാറ്റി ഉപയോഗിക്കാനുള്ള ഇതൊന്നും ആയിട്ടില്ല. കണ്ണിൻ്റെ ചുറ്റും നല്ല കറുപ്പുണ്ട് കേട്ടോ എനിക്ക്. ഞാൻ എത്ര നേരത്തെ ഉറങ്ങാൻ കിടന്നാലും അവൾ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവൾ പകൽ ഉറങ്ങിയാലും ഇല്ലെങ്കിലും രാത്രിയിൽ കുറേ നേരമാവും, 12 മണിയൊക്കെ കഴിയും കേട്ടോ ഉറങ്ങണേ. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഡാഡൂസ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യായിരുന്നേ. അങ്ങനെ ഞാൻ മുടിയൊക്കെ ചീകി കേട്ടോ. അവനോട് വർത്താനം പറഞ്ഞുകൊണ്ടാണ് മുടിയൊക്കെ ചീകുന്നത്, അതാ ഇങ്ങനെ കാണുന്നേ. എൻ്റെ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എത്ര ചീകിയാലും നല്ല മുടിയൊക്കെയാണ്, പക്ഷെ എത്ര ചീകി കെട്ടി വെച്ചാലും അതൊരു കോലത്തിലേ ഇരിക്കുകയുള്ളൂ. എനിക്ക് ഇത് ഇച്ചിരി ഓയിലുണ്ട്, അപ്പോൾ പിന്നെ ചീകിയിട്ട് റെഡി ആവുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ അറിയില്ല, മുടിയൊക്കെ വെട്ടിക്കളയാൻ പോവാണ് കേട്ടോ. വെറുതെ നീളം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഒരു ഭംഗിയില്ല കിടക്കുന്നതാണ്. എനിക്കെങ്ങനെ ഇട്ടുകൊണ്ട് പോവാനേ മടിയാണ് കേട്ടോ മുടി. അപ്പം പിന്നെ ഇതാ ഒരു കമ്മലൊക്കെ എടുത്തിടുവാണ് കേട്ടോ. രാത്രി ഞാൻ എല്ലാം അഴിച്ചു വെക്കും കേട്ടോ, കമ്മലൊന്നും ഇടുകയല്ല കേട്ടോ. ഈ കമ്മലിടും ഞാൻ. ഇന്നലെ വലിയ കമ്മലായിട്ടതുകൊണ്ട് അപ്പം അത് ഞാൻ മാറ്റിയതാണ്. പിന്നെ ഡാഡൂസ് അതിലെ അവൻ്റെ ഡ്രസ്സും ബുക്സൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഡാഡൂസ് പോകാനുള്ള എല്ലാം എടുത്തു വെക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇന്ന് എക്സാമാണ് മാത്സിൻ്റെ. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇടും കേട്ടോ. അതും ഞാൻ ഡോട്ട് ആൻഡ് ഗീയുടെ ആണ്. ഈ പരസ്യങ്ങളിൽ കണ്ട് വാങ്ങിയാന്ന് പറയാൻ പറ്റില്ല, ഞാൻ അതും സ്മിറ്റണിന്ന് വാങ്ങിയതാണ്. അതും എനിക്ക് വലിയ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്തൊക്കെയൊക്കെയോ ഒരു നല്ലൊരു ഫീലിങ്സ് കിട്ടുന്നില്ല കേട്ടോ. എനിക്ക് എൻ്റെ പോൺസേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതാ മുടിയൊക്കെ എന്തോ മാതിരിയാണ് കെട്ടി വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ ഇതിനു വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇത് ലിപ് ബാം ഇട്ടു കേട്ടോ. അത് ഇച്ചിരി ടിൻറ്റഡ് ലിപ് ബാമാണ് മാമാത്തിൻ്റെ. അതെനിക്ക് തോന്നുന്നത് ടിൻറ്റഡ് അല്ലാത്ത ലിപ് ബാം വേണം യൂസ് ചെയ്യാൻ തോന്നുന്നത്. എൻ്റെ എന്താണെങ്കിലും ലിപ്പൊക്കെ പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. ഹായ്, അപ്പം ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുകയാണ് കേട്ടോ. ഉപ്പുമാവാണ് കേട്ടോ, ഉപ്പുമാവും പഴവുമാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. പിന്നെ ചായയും. അപ്പോൾ ഡാഡൂസിന് ഇന്ന് എക്സാമാണ്, ഇന്ന് മാത്സിൻ്റെ എക്സാമാണ്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നു. റെഡി ആയിട്ടിരിക്കുക, എന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. അങ്ങനെ മിക്കിമോള് TV കാണുവാണ് കേട്ടോ. ഞങ്ങൾ ചായ കുടിച്ചിട്ടേ അവൾക്ക് കൊടുക്കുകയുള്ളൂ. അവൾ പഴമൊക്കെ കഴിച്ചതാണ്. ഇനിയിപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് അവൾക്ക് അല്ലാണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നാൽ അവൾ ഇത് മുഴുവൻ വലിച്ചു വാരിയിടും.
ഇപ്പം ഭയങ്കര വാശിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വാശിയാണ്. നമ്മളെ ഉപദ്രവിക്കും, ദേഹമൊക്കെ നല്ലോണം വേദനിപ്പിക്കും, കടിക്കും. മൊത്തത്തില് പ്രശ്നങ്ങളാണ് അവൾക്ക്. നല്ല വഴക്കാന്ന് പറഞ്ഞാൽ നല്ല വഴക്കാണ്. അവളെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാറ്. അപ്പത്തേക്ക് എനിക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് പണികളെല്ലാം തീർക്കണം, അല്ലെങ്കിൽ അവള് ഒന്നിനും പിന്നെ സമ്മതിക്കത്തില്ല. പിന്നെ ഉറങ്ങുന്ന ടൈമാണ് കിട്ടുക. അപ്പം പിന്നെ കുറേ പണികളുണ്ടല്ലോ, അതെല്ലാം തീർക്കണമല്ലോ. ഇന്ന് പിന്നെ ചേട്ടായി ഉച്ചയ്ക്ക് വരും, എൻ്റെ സ്കൂളിലൊന്ന് പോകാനുണ്ട്. അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ അവനോട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇറങ്ങുന്നതെന്നൊക്കെ ചോദിച്ച് വിടുവാണ് കേട്ടോ. അമ്മമ്മയ്ക്ക് കുറച്ച് പാല് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അത് കൊടുത്ത് അവൻ അങ്ങ് പൊക്കോളും. മഴയൊക്കെ ആയതുകൊണ്ട് ഒരു ഇതാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ചേട്ടായി ഉണ്ടാവും, ചേട്ടായി ലേറ്റായിട്ട് പോകുന്ന ദിവസം ഉണ്ടാവും കേട്ടോ. അങ്ങനെ മിക്കിമോളെ കൊണ്ടുവന്ന്, മിക്കിമോൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പല്ലൊക്കെ തേക്കുന്നതിന് മുന്നേ ഫുഡല്ല, കുറച്ച് എന്തൊക്കെയൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ഞാൻ ചായ കൊടുക്കാൻ പോണേ. അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ച് അവൾ അധികം നിൽക്കില്ല. ഞാൻ മാമൻ വരുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് പല്ലൊക്കെ തേപ്പിക്കുന്നത്. മിക്കിമോൾ ഈ ഇടയായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നത് നല്ല രീതിയിൽ കുറവാണ് കേട്ടോ. അപ്പം ഞാൻ ഉപ്പുമാവും പഴം രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജലദോഷം ആയതുകൊണ്ട് പിന്നെ പഴം കൊടുത്തില്ല, ഉപ്പുമാവും ചായയായിട്ടാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെ അത് കുറച്ച് കഴിച്ചു. പിന്നെ ഞാൻ അവൾ ഉറങ്ങുന്നതിന് മുന്നേ കഞ്ഞി കൊടുക്കും കേട്ടോ. അവൾക്കൊരു നടുനുറുക്കരിയുടെ കഞ്ഞി കൊടുക്കും, അതിൻ്റെ അകത്ത് ഈ പയറിൻ്റെ പരിപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പിന്നെ അത് കുറച്ച് കുടിക്കും. അങ്ങനെയാണ് അവളെ വയറ് നിറയുന്നത്. ചോറും അങ്ങനെ അധികമായിട്ട് കാര്യമായിട്ടൊന്നും തിന്നില്ല കേട്ടോ. ഒരു 2, 3, 4 അതിൽ കൂടുതലൊന്നും അവൾ കഴിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നതിന് മുന്നേ, ഉറങ്ങുന്നതിന് മുന്നേ കഞ്ഞി കൊടുത്തിട്ടാട്ടോ ഉറങ്ങുന്ന. വയറൊക്കെ നിറഞ്ഞിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ച്. മുടിയൊക്കെ കെട്ടി വെക്കുന്നത് കണ്ണിലേക്ക് വീഴാതിരിക്കാനാണ്. പക്ഷേ അവിടെ മുടി അങ്ങോട്ട് എത്തുന്നില്ല കേട്ടോ, അങ്ങോട്ട് കെട്ടി വെക്കാൻ വേണ്ടി. അപ്പോൾ മുടി വെട്ടിക്കാനായി. അപ്പം കണ്ടോ മുടി. അത് കഴിഞ്ഞ് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും ഡ്രസ്സ് മാറി കേട്ടോ. ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ മേത്തൊക്കെ ആക്കിയാ. എനിക്കിനി കറി വെക്കണം, ചോറ് വെക്കണം, ഇക്കിക്ക് കഞ്ഞി വെക്കണം, എല്ലാം വെക്കണം. അവൾ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. അവൾ ഇപ്പം കിടക്കുന്നുണ്ട്. ഇപ്പം കരഞ്ഞത് ഞാൻ അവിടെ കിടക്കാനാണ്. ഞാൻ ഫോൺ കൊണ്ട് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇനി ചടപടെ എല്ലാം ചെയ്യും. വീഡിയോ ഒന്നും പിടിക്കലുണ്ടാവില്ല, കാരണം അവിടെ അതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല കേട്ടോ. അപ്പം ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. മിക്കിമോൾ അപ്പം നല്ല ഉറക്കമായി. ഇന്ന് കഞ്ഞിയൊന്നും കുടിക്കാതെ ഉറങ്ങി. അവൾക്കൊരു ക്ഷീണം പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇടയ്ക്ക് ഇപ്പോൾ 2-3 ദിവസമായിട്ട് പനിക്കുന്നില്ല, പക്ഷെ പനി പോലെയൊക്കെ ഒരു ഇതപ്പം വാശി പിടിച്ച് കിടന്നുറങ്ങി കേട്ടോ. വീണ്ടും കുളിപ്പിച്ചായിരുന്നു, മേല് കഴിച്ചായിരുന്നു, അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഉറക്കിയതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും സമ്മതിച്ചില്ല. അപ്പോഴത്തേക്കും കുരങ്ങന്മാർ വന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, 1-2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്, 1-2 ഒക്കെ. അത് അയിലൊക്കെ ഇതിപ്പോൾ ഫ്രണ്ടിൽ തന്നെ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനിയത്തി വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്താ പറയുക, നമ്മുടെ ഗ്രില്ലിൻ്റെ അടുത്തേക്ക് വന്നു. അതിപ്പോൾ കാണാം. ഞാൻ പേടിച്ചു, എനിക്ക് ഭയങ്കര പേടി. അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പട്ടീനെ, പൂച്ചേനെ അങ്ങനെ ഒന്നിനെ ഞാൻ അടുപ്പിക്കത്തുമില്ല. എനിക്ക് നല്ല പേടിയുള്ള സാധനങ്ങളാട്ടോ ഇങ്ങനെ മൃഗങ്ങൾ. അപ്പം എനിക്ക് പേടിയാണ് സത്യത്തിൽ ഇതുങ്ങളെ കാണാനും. ദൂരെ നിന്നൊക്കെ ഇങ്ങനെ കണ്ടു നോക്കുമെന്നല്ലാണ്ട് എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. കൊച്ചും കൂടി ഉള്ളതല്ലേ. കഥ കടച്ചിട്ടാൽ ഗ്രില്ലുണ്ടല്ലോ, ഗ്രില്ലിൻ്റെ ഇത് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനിയത്തി വീഡിയോ കോൾ ചെയ്തു. അപ്പം ഞാൻ വീഡിയോ കോൾ എടുത്തു. അന്നേരമാണ് നമ്മുടെ ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഷീറ്റാണല്ലോ മുകളിൽ, അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചു വല്ല കാക്ക ഇങ്ങനെ തട്ടുമ്പം വരുന്ന സൗണ്ട് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇപ്പോഴും ഇത് പുറത്തിറങ്ങിയിരുന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. പേടിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. അകത്ത് അവരുടെ സൗണ്ട് കാരണം കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇതേ കണ്ടില്ലേ, മേശപ്പുറത്ത് മിക്കിയുടെ ഒരു കുരങ്ങൻ കുട്ടി കിടപ്പുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നൊക്കെ ആയിരിക്കും നോക്കുന്നത്. പിന്നെ ഇതേ പോണു.
കണ്ടോ, നോക്കുന്ന കണ്ടില്ലേ? പേടിയാവുന്ന കർത്താവേ, ഇത് പൂട്ടിയിട്ടില്ലെങ്കിൽ ഇത് ലോക്കൊക്കെ തുറന്നകത്ത് കയറുണ്ട്. കുരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയും മിക്കിമോൾ എണീറ്റു കേട്ടോ. ഞാൻ അവളെ കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നത് മാറിപ്പോയി. പക്ഷെ കുറേ എണ്ണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്കിമോളെ കുരങ്ങെന്തിയെ നമ്മള് ഉപദ്രവിക്കോ? വരുന്നു. തെങ്ങിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് തേങ്ങയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളുണ്ട്, ഈ അമ്മയുടെ നെഞ്ചിലിങ്ങനെ പറ്റി കിടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും അപ്പയും മോനും വന്നു കേട്ടോ. അത് അവൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയാണ് കേട്ടോ. പണ്ടത്തെ കാലം ഓർമ്മ വന്നു, നമ്മൾ അരിയൊക്കെ എടുത്തോണ്ട്. അപ്പം നോക്കുമ്പം പറമ്പിൽ വേറൊരു സാധനം, ഉടുമ്പ്. മിക്കിമോൾ അപ്പോൾ അതാ പുറത്തേക്ക് ആണ് കേട്ടോ. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവളുടെ സംസാരം കേട്ടേക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത്രയും വലിയ സാധനത്തിനൊക്കെ ആദ്യമായിട്ട് കാണുവാണേ. കണ്ടാൽ തന്നെ പേടിയാവും. ഞാൻ മിക്കിമോളോട് മുതലയാന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഹലോ, അപ്പം അതാ നമ്മൾ ചോറ് കഴിക്കാൻ. എൻ്റെ മുടിയൊക്കെ എന്തൊക്കെയോ കോലം. ഹലോ, അപ്പോൾ ഇതാ ചോറ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ചേട്ടായി വന്നപ്പോഴേ കിടന്ന് ഉറങ്ങി. കുറച്ച് നേരം ഉറങ്ങിയിട്ട് കഴിക്കാൻ പോകാൻ എന്താണേലും പോകണമല്ലോ, അന്നേരം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിക്കാനിരിക്കുക. ഡാഡൂസ് വന്നിട്ടുണ്ട്, പക്ഷെ അവൻ ചോറ് കഴിച്ചിട്ടാണ് വന്നത്. പക്ഷെ എൻ്റെ കൂടെ കഴിക്കുമായിരിക്കും കേട്ടോ. ചോറിന് ഇതാ കറിയാണ് കേട്ടോ. മീൻകറിയും പരിപ്പ് കറിയാണ് കേട്ടോ. ഐക്കൂറയാണ് കേട്ടോ മീൻ. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് അത് കറി വെക്കുന്നത്, അല്ലെങ്കിൽ ഫ്രൈ ഒക്കെ ചെയ്യലാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം കഴിക്കട്ടെ കേട്ടോ. ഡാഡൂസിന് ഭക്ഷണം വാരി കൊടുത്താൽ അവൻ കഴിക്കും കേട്ടോ. അപ്പം മിക്കി മോളെൻ്റെ കൂടെ ഉണ്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ അവൻ അരിച്ചരിച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇത് പിന്നെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് എനിക്ക് പിന്നെ കുഴപ്പമില്ല, കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഇതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഡാഡൂസും കൂടെ ചോറുണ്ടു. അത് കഴിഞ്ഞ് ചേട്ടായി ചോറുണ്ടു. ചേട്ടായിക്ക് അത് കഴിഞ്ഞിട്ട് അമ്മമ്മേൻ്റെ ഒരു ഓട്ടം പോകാനുണ്ടായിരുന്നു താഴേന്ന്. അങ്ങനെ ഓട്ടോ ഒക്കെ പോയി ഇപ്പം തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പഴംപൊരിയും പിന്നെ പാലൊക്കെ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അന്ന് ചായ കുടിച്ച ആൾ പോയി കേട്ടോ. അത് മാത്രമേ ഉള്ളൂ വീഡിയോയിൽ വരുന്നത്, മാത്രമേ ഉള്ളൂ. ചായ കുടിക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല. കണ്ടോ, രണ്ടാളും കൂടെ പോയി. ഡാഡുവിനെ ട്യൂഷനും വിടാനും പിന്നെ ചേട്ടായി ആ വഴി അങ്ങ് പോകും കേട്ടോ. അവർ പോകുന്നത് ഞാനൊന്ന് വീഡിയോയിൽ എടുത്താ കേട്ടോ. ഡാഡുവിന് ഗേറ്റ് അടയ്ക്കണം. അപ്പം പിന്നെ അവൻ വേഗം റോഡിലേക്ക് ഇറങ്ങി നിന്നു. അങ്ങനെ ചേട്ടായും ഡാഡും കൂടെ പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ വീണ്ടും ഒറ്റയ്ക്കായി. കുരങ്ങന്മാരൊക്കെ സൈഡായിരുന്നു. പിന്നെ ഒന്ന് രണ്ടെണ്ണത്തിനെ അങ്ങനെ അവിടെ എവിടെയും കണ്ടേ ഉള്ളൂ, പിന്നെ കാണുന്നില്ല കേട്ടോ. ഇപ്പം രാത്രി ഇവിടെ ഒന്നും ഇല്ല എന്നാണ് വിശ്വാസം. അവിടെയാ വന്നെ. അങ്ങനെ ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ. വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടോ. ഞാൻ ചായയും പഴംപൊരിയൊക്കെ കൂടെ കഴിക്കുകയാണ്. മിക്കിമോളും ഉണ്ട്. അവർ പോയി കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ചായ കുടിച്ചേ. സമാധാനമായിട്ടിരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. തിരക്ക് പിടിച്ച് കുറച്ച് നേരം ഞാൻ ഫോണൊക്കെ കണ്ട് അങ്ങനെയാട്ടോ ഞാൻ ചായയൊക്കെ കുടിക്കുക. എനിക്ക് പറ്റിയാൽ, മിക്കിമോള് സമ്മതിച്ചാൽ. അതെ ചിരിക്കുകയാണ് അവള്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തണം. ബൈ ബൈ.